Good afternoon, all. Good afternoon. Good afternoon. So, നമ്മുടെ ലാസ്റ്റ് പ്രയർ ആരെങ്കിലും പറയോ? കുഴപ്പമില്ല, നമുക്ക് 1 minute സൈലന്റ് പ്രയർ പറയാം. 1 minute കേട്ടോ. വിശേഷം പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എടുക്കുന്ന ചാപ്റ്റർ എടുത്തോണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ഏതായിരുന്നു? മരിയ മോണ്ടിസോറി ആയിരുന്നു. പേജ് നമ്പർ 84 കേട്ടോ. Good afternoon, ma'am. Good afternoon, Mino. പറയായിരുന്നു. ആണോ? പറഞ്ഞോളൂ. Dear God, thank you for this new day. Bless me, guide me, and keep me safe. Help me to kind and do good. Amen. Thank you. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? മിസ് റിവാർഡും പനിഷ്മെന്റും ഒക്കെ കഴിഞ്ഞു തോന്നുന്നു. ഓക്കെ, ലവ് ഓഫ് സൈലൻസ് പറഞ്ഞില്ലേ? ആ കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും ഇതേപോലെ ഈ കുട്ടി ബ്രീത്ത് ചെയ്യുന്ന പോലെ ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലവേഴ്സ് ഓഫ് സൈലൻസ് ആണ് കേട്ടോ. നമ്മള് മോണ്ടിസോറി ഡോക്ടർ മോണ്ടിസോറി ഒരു ദിവസം ഒരു 4 month ഉള്ള ഒരു കുട്ടീനെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്നു. ക്ലാസ് റൂമിലേക്ക് ഒരു ചെറിയ കുട്ടി, 4 month ഉള്ള കുട്ടി. ഇത്ര സൈലന്റ് ആയിരിക്കും അല്ലെ? നിങ്ങളുടെ വീട്ടിലെ ചെറിയ മക്കള് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് വീട്ടിൽ ഭയങ്കര സൈലൻസ് ആയിരിക്കും അല്ലെ? ആൾ ഉറക്കി ഒന്ന് കടത്തി കഴിഞ്ഞാൽ ഫുൾ വീടും സൈലന്റ് ആയിട്ടുണ്ടാവല്ലോ, അങ്ങനെയല്ലേ? ഹോണിൻ ബെല്ലടിക്കില്ല, സൗണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് പോലും അങ്ങനെ ഉറക്കി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യില്ല, അല്ലെ? വിസില് മിക്സി അടിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ പണ്ട്? ആയിരുന്നോ? അപ്പോ നമ്മള് വീട് മൊത്തമായിട്ട് സൈലന്റ് ആവുമല്ലേ? അതേപോലെ തന്നെയാണ് ഒരു ദിവസം മോണ്ടിസോറി ഒരു 4 മാസം പ്രായമുള്ളൊരു പെൺകുട്ടീനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് മരിയ മോണ്ടിസോറി പറഞ്ഞു, ഇവൾ എത്ര സൈലന്റ് ആയിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്, ഇവൾ എത്ര ക്വയറ്റ് ആണ്, ഇതേപോലെ ഒരാൾക്കും ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 4 months ഓൾഡ് ആയിട്ടുള്ള കുട്ടിയുടെ ബ്രീത്തും അല്ലെങ്കിൽ അവളുടെ സൈലൻസും അവൻ ഭയങ്കര ക്വയറ്റ് ആയിരിക്കും അല്ലെ? അതേപോലെ എന്താടാ ഓക്കെ, കുഴപ്പമില്ല. ഭയങ്കര ക്വയറ്റും കാര്യങ്ങളായിരിക്കും അല്ലെ? അപ്പൊ അത്രയും സൈലന്റ് ആണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ആര് പറഞ്ഞു? മോണ്ടിസോറി. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് മോണ്ടിസോറി അവരോട് പറഞ്ഞു. അപ്പൊ മോണ്ടിസോറി അങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ കുട്ടികള് എന്ത് ചെയ്തു? അവര് ബ്രീത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. അവർ സോഫ്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. അവര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ നല്ല രീതിയിൽ അവരത് എന്താണ് സൈലന്റ് ആയിട്ട്, അത്രയും സൈലന്റ് ആയിട്ട് ആ വർക്കും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. സോ പിന്നീട് നമ്മള് ഈ ലവേഴ്സ് ഓഫ് സൈലൻസ് എന്റെ ഭാഗമായിട്ട് സൈലൻസ് ഗെയിം ഉണ്ടല്ലോ, സൈലൻസ് ഗെയിമുകൾ കളിക്കാൻ തുടങ്ങി. മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ പാർട്ടായിട്ട് തന്നെ സൈലൻസ് ഗെയിമുകൾ മാറാണ് ചെയ്തത്.
ഓക്കെ, ഇപ്പോ ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാണ്ട് മിണ്ടാതിരിക്കില്ലേ? അതല്ല സൈലൻസ് ഗെയിം. സൈലൻസ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എല്ലാവരും ക്വൈറ്റ് ആയിട്ടിരിക്കുന്നു. അതൊക്കെ ഒരു ഗെയിം പോലെ നമ്മളിപ്പോ ക്ലാസ്സിലാണെങ്കിലും എന്താ പറയാ സൈലൻസ് ഗെയിമുകൾ കളിക്കില്ലേ? അത് ഏറ്റവും കൂടുതൽ സമയം ആരാണ് കാമും ക്വൈറ്റ് ആയിട്ടിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളത് പറഞ്ഞിരുന്നതാണെന്നാ പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. 1 മിനിറ്റ്. ഓക്കെ കേട്ടോ, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ആണ്. റൈറ്റിംഗ് റീഡിംഗ് പറഞ്ഞില്ലാലോ? ആണോ? സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിനോ? അതെടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാലോ നമ്മള് കാസ ഡി ബാബിനെ ഹൗസ് ഓഫ് ചിൽഡ്രൻസ് ആർക്ക് വേണ്ടിയാ ബിൽഡ് ചെയ്തത്? ആർക്ക് വേണ്ടിയാ ബിൽഡ് ചെയ്തത്? സ്പെഷ്യൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. സ്പെഷ്യൽ കുട്ടികളോ? സ്ട്രീറ്റില് കാസ ഡി ബാബിനെ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മള് ബിൽഡ് ചെയ്തത് അല്ലെ മേക്ക് ചെയ്തത്? ചേരി പ്രദേശത്തുള്ള കുട്ടികൾക്ക്. സ്ലംസ് ഏരിയയിൽ ഉള്ള കുട്ടികൾ. നമുക്കറിയാം സ്ലംസ് ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ അവർ അത്യാവശ്യം അഗ്രസീവും ഭയങ്കര നോട്ടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, അല്ലെ? അപ്പോ the children that came to Casa di Barbani were the children from the street. കാസ ഡി ബാബിനിലേക്ക് വന്ന കുട്ടികൾ എന്ന് പറയുന്നത് സ്ട്രീറ്റിൽ നിന്നുള്ള കുട്ടികളാണ്. Nobody cured them and they were hot and cared for. അത് ഭയങ്കരമായിട്ട് വികൃതിയും കാര്യങ്ങളുള്ള കുട്ടികളാണ്. എന്ത് പറഞ്ഞാലും തർക്കുത്തരവും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു നേച്ചറുള്ള കുട്ടികളായിരുന്നു അവര്. Their parents were working and the aim was to keep their children off the street. ഈ കുട്ടികളെ ഈ ഒരു ഹൗസ് ഓഫ് ചിൽഡ്രൻസിലേക്ക് കാസ ഡി ബാബിനിലേക്ക് വിട്ടത് തന്നെ എന്തുകൊണ്ടാണ്? ആ കുട്ടികൾ അവർ പാരന്റ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരം മാറ്റി നിർത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കുട്ടികളെ എന്ത് ചെയ്തത്? ആ ഒരു പ്ലേസിൽ നിന്ന് മാറ്റിയത്, അല്ലെ? അപ്പോ their parents were working and the aim was to keep children off the street. ആ സ്ട്രീറ്റിൽ നിന്ന് കുറച്ചു നേരമെങ്കിലും നമ്മുടെ കുട്ടികളെ മാറ്റി നിർത്തണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ കാസ ഡി ബാബിനിലേക്ക് കുട്ടികളെ വിട്ടത്. ബട്ട് ആഫ്റ്റർ സം വീക്ക് the children got used of new modes of life. കുട്ടികൾ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഈ ഒരു ന്യൂ മോഡ് ഓഫ് ലൈഫ് ആയിട്ട് കുട്ടികൾ എന്താവാൻ തുടങ്ങി? മിങ്കിൾ ആവാനായിട്ട് തുടങ്ങി. അവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവർ ന്യൂ വേൾഡ് അവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. മോണ്ടിസോറി വേൾഡ് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. They were independent. They helped and give each others moral support. അപ്പോ മറ്റുള്ളവരെ സഹായിക്കും. ഇപ്പൊ ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ടും ആ വർക്ക് ചെയ്യണം എന്നുള്ള മോറൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവരിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. They were independent and could make their own decisions. അവർ ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങി. അവർക്ക് സ്വയമേ ഡിസിഷൻസും കാര്യങ്ങളും മേക്ക് ചെയ്യാൻ തുടങ്ങി. They worked harmoniously in groups. അപ്പൊ നല്ല ഐക്യത്തോടു കൂടി അവർക്ക് ഒരു ഗ്രൂപ്പില് വർക്ക് ചെയ്യാനായിട്ട് ഈ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി മോണ്ടിസോറി വർക്ക് ആഫ്റ്റർ വേർഡ്സ് ആണ്. മോണ്ടിസോറി opined that education is nothing which the teachers does. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? മോണ്ടിസോറിയുടെ ഡിസ്കവറീസ് ആയിരുന്നു, അല്ലെ? നമ്മൾ എന്തെല്ലാം ഡിസ്കവറീസ് പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞു മെന്റൽ കോൺസെൻട്രേഷനെ കുറിച്ച് പറഞ്ഞു. കുട്ടികൾക്ക് മെറ്റീരിയൽ ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവർ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ കുട്ടികൾക്ക് ഒരുപാട് നേരം നല്ല രീതിയിൽ അവർക്ക് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു. ലവ് ഓഫ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് അവർ ഒരു വർക്ക് വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ ആ വർക്കിലോട് അവർക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഇഷ്ടം കൂടും.
ലവ് ഓഫ് ഓർഡർ. മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഓർഡർ, ആ ഒരു എൻവയോൺമെന്റ് ഓർഡർ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യിപ്പിക്കുന്നല്ല, കുട്ടികൾ സ്വയമേയാണ് ഓർഡർ ചെയ്യുന്നത്. ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി, കുട്ടികൾക്ക് നമ്മൾ ഫുൾ ഫ്രീഡം മോണ്ടിസോറി എൻവയോൺമെന്റിൽ കൊടുക്കുന്നുണ്ട്. സോ ഫ്രീഡം ഓഫ് ചോയ്സ് അവർക്കുള്ളതാണ്. ലവ് ഓഫ് വർക്ക്. ലവ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് കുട്ടികള് വർക്ക് ചെയ്യാനായിട്ട് വളരെ ഇഷ്ടമാണ്. അവർക്ക് കളിക്കുന്നതിലും അല്ലെങ്കിൽ ടോയ്സിനേക്കാളും കൂടുതലൊക്കെ ഇഷ്ടം എന്താണ്? വർക്കിനോടാണ്. നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. റിവാർഡിനോടോ പണിഷ്മെന്റിന്റെ ആവശ്യം നമ്മളുടെ കുട്ടികൾക്ക്, മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് ഇല്ല. ദെൻ ലാസ്റ്റ് പിന്നെ പറഞ്ഞത് ലവേഴ്സ് ഓഫ് സൈലൻസ്. അവർക്ക് സൈലൻസ് വളരെ ഇഷ്ടമുള്ള കുട്ടികളാണ്. സൈലൻസ് ഗെയിം ഒക്കെ അതുകൊണ്ടാണ് നമ്മളുടെ മോണ്ടിസോറിയുടെ ഭാഗമായത്. നമ്മള് റൈറ്റിംഗ് ആണ് ആദ്യം വരുന്നത്. കുട്ടികളെല്ലാവരും വരയ്ക്കാണ് ആദ്യം ചെയ്യുന്നത്, അതിനുശേഷമാണ് അവർ റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കുട്ടികളില് റൈറ്റിംഗ് ഫസ്റ്റ് ഒക്കർ ചെയ്യുന്നു, പിന്നീടാണ് അവർ റീഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ദെൻ സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ. നല്ല സെൽഫ് ഡിസിപ്ലിൻ ആയിട്ടുള്ള കുട്ടികളാണ് എവിടെ ഉള്ളത്? മോണ്ടിസോറി എൻവയോൺമെന്റ് ഉള്ളത്. സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിന്റെ ഒരു കാര്യം ഞാൻ പറയാം, എക്സാമ്പിൾ ആണ്. സ്കൂളില് മോണ്ടിസോറി ക്ലാസ് റൂം ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ICSE സ്കൂളാണ്. അവിടെ CBSE സിലബസ് തന്നെ ഫോളോ ചെയ്യുന്നത്. മോണ്ടിസോറി സ്കൂളല്ല, പക്ഷെ ആ സ്കൂളിൽ മോണ്ടിസോറി ക്ലാസ് റൂം ഉണ്ട്. എന്ന് വെച്ചാൽ KD സെഷനിലെ കുട്ടികൾക്ക് ഈവനിങ് ഉച്ചയ്ക്ക് ശേഷം 2 hours അവർക്ക് എവിടെയാണ് ക്ലാസ് ഉള്ളത്? മോണ്ടിസോറി ക്ലാസ് റൂമിലാണ് ഉള്ളത്. അപ്പൊ ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് അവര് ക്ലാസ് ചെയ്യുന്ന സാധാരണ വെച്ചാൽ ആ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ് ഇവര്. പക്ഷേ ഈ കുട്ടികള് എന്താ പറയാ, മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ മാത്രം ഭയങ്കര സൈലന്റ് ആയിട്ട് ഭയങ്കര ക്വയറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. മോണ്ടിസോറി ക്ലാസ് റൂമിൽ വർക്ക് ചെയ്യുമ്പോഴൊന്നും പരസ്പരം സംസാരിക്കുക പോലില്ല, ഡിസിപ്ലിൻഡ് ആയിട്ടായിരിക്കും അവരവിടെ പെരുമാറുന്നത്. അത് കഴിഞ്ഞ് പോയി അതേപോലെ തന്നെ ക്യൂ ആയിട്ട് തന്നെ അവർ എന്ത് ചെയ്യും, തിരിച്ചു പോകുന്നു. അവരുടെ ക്ലാസ്സിൽ ചെന്ന ഒരു പഴയ കുട്ടികളായിട്ട് മാറും. അപ്പൊ ഈ കുട്ടികൾക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഈ കുട്ടികളിൽ കാണുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. എന്താണ് സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ? ഓക്കെ മിസ്സേ, ഒരു കാര്യം, നമ്മള് 29-ാം തീയതി ടീച്ചിങ് ഇവിടെ മറ്റേ അപ്പാരറ്റസിന്റെ ക്ലാസ്സിന് വന്നിരുന്നു അവിടെ ഓഫീസില്. അപ്പോ നമ്മുടെ കൂടെ ശുഭയുടെ മോളുണ്ടായിരുന്നു, പിന്നെ സബീനയാണോ ആളുടെ മോനും ഉണ്ടായിരുന്നു. ആള് 3-ലാണ്, ശുഭയുടെ മോള് 3 വയസ്സ്. അവളെ കൊണ്ട് ഞങ്ങള് കുറെ വർക്ക് ചെയ്യിപ്പിച്ചു. പിങ്ക് ടവർ ഒക്കെ, പിന്നെ ബ്രൗൺ സ്റ്റെയേഴ്സിൻ്റെത് മോൾക്ക് ഭയങ്കര ഇഷ്ടായി. രണ്ടാളും കൂടി ഇരുന്നിട്ട് ആ മോനും മോളും കൂടി ഇരുന്ന് അത് വെച്ചൊക്കെ കളിക്കലായിരുന്നു. അവരെ കൊണ്ട് നമ്പറൊക്കെ അവള് അത്യാവശ്യം നമ്പേഴ്സ് ഒക്കെ പറയും. അപ്പൊ അവളെ കൊണ്ട് നമ്മള് മറ്റേ ഇതൊക്കെ ബീഡ്സിന്റെ ഇതൊക്കെ ചെയ്യിപ്പിച്ചു, കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ചെയ്യിപ്പിച്ചു. പിന്നെ മൾട്ടിപ്ലിക്കേഷന്റെ ഒക്കെ അല്ല അഡീഷന്റെ ഒക്കെ നമ്മളിങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ അവള് പറഞ്ഞു കൊടുന്നു. അപ്പൊ നമ്മളോട് ജിഷ മാം പറഞ്ഞു അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം, നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലേന്ന്. അപ്പൊ അവളിങ്ങനെ ഇരുന്ന് പതുക്കെ അവളുടേതായ ടൈം എടുത്തിട്ട് നമുക്ക് അവള് ചെയ്തു കൊടുന്നു. പിങ്ക് ടവറും ബ്രൗൺ സ്റ്റേയേഴ്സും ഒക്കെ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് ചെയ്തു അവള്. നമുക്ക് അതും കൂടി ഒരു എക്സ്പീരിയൻസ് ആയി അന്ന് വന്നപ്പോ. അപ്പൊ അവൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയില്ലേ ആ മെറ്റീരിയലിനോട്? അപ്പൊ പിങ്ക് ടവറൊക്കെ എടുത്തിട്ട് കുറെ നേരം അവള് കളിച്ചു, ബ്രൗൺ സ്റ്റേയേഴ്സും ഒക്കെ എടുത്ത് കുറെ നേരം. പിന്നെ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സും ABCDയുടെ ലെറ്റേഴ്സിന്റെ ഇതൊക്കെ കുറെ നേരം ഭയങ്കര ഇഷ്ടമായി അവൾക്ക്. പിന്നെ ഇത് വെച്ചിട്ടൊക്കെ വരയ്ക്കലും ഒക്കെ ചെയ്തു അവള്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് റിയൽ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് ഇത് കൂടുതൽ മനസ്സിലാകാന്ന്. ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. കാരണം നമ്മൾ ഈ മെറ്റീരിയൽസിനോട് കുട്ടികളുടെ ആ ഒരു പ്രത്യേക ഇഷ്ടവും കാര്യങ്ങൾക്ക് നമ്മുടെ ഒരു ടോയ് വാങ്ങിച്ചു കൊടുക്കുന്നേക്കാൾ എത്രയോ നല്ലതാണെന്ന് അറിയാമോ മോണ്ടിസോറി മെറ്റീരിയൽസ്. നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾ വീട്ടിൽ ചെയ്ത മെറ്റീരിയൽസ് ആണ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും അവർക്കത് വളരെ ഇഷ്ടമായിരിക്കുള്ളൂ. ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ട് പിങ്ക് ടവർ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിങ്ക് ടവർ. അവള് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോൾ ചെയ്ത് നോക്കാറുണ്ട്. ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോൾ ചെയ്തൊക്കെ നോക്കാറുണ്ട്. അപ്പൊ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിങ്ക് ടവർ. ഞാൻ പിങ്ക് ടവർ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണും വന്നവര്. വുഡന്റെ പിങ്ക് ടവർ ഉണ്ടായിരുന്നു, കളർ ചെയ്യാത്തത്. ശ്രദ്ധിച്ചു മിന്നു? കണ്ടോ?
അത് വീട്ടിൽ പിങ്ക് കളർ അടിച്ചത് ഷേപ്പ് തെറ്റാണ്. വ്യത്യാസം ഉണ്ടായിരുന്നു. ആ shape വ്യത്യാസം ഉണ്ടായിരുന്നു. അത് പിന്നെ ഓൺലൈൻ വുഡിന് ഓർഡർ ചെയ്തേടാ. അത് തുഷാർ മാമിന് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടേ ഇവിടേക്ക് വന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നത്. ജിഷാൻ മാമിന്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ മിസ് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിട്ടേൺ കൊടുത്തിരുന്നു. റിട്ടേൺ പറഞ്ഞു, റിട്ടേണിന്റെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. കഴിഞ്ഞു. പിന്നെ നമുക്കത് വാങ്ങിച്ചേ പറ്റുള്ളൂ, കാരണം നല്ല റേറ്റ് ആണ്. പിന്നെ നല്ല റേറ്റ്. നമ്മളൊന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് ചെയ്യുമ്പോ നോക്കിയിരുന്നു, അപ്പൊ ഭയങ്കര റേറ്റാ. നമുക്ക് കാരണം പിന്നെ നമ്മുടെ നമുക്ക് സ്കൂളിന്റെ ആവശ്യത്തിന് വേണ്ടി മേടിക്കാം, നമുക്ക് വീട്ടിലെ ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ഉണ്ടാക്കി. ഞാൻ മോൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറെ നാളായി വാങ്ങിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. പ്രായമുള്ളവരൊക്കെ അവർക്ക് ഇഷ്ടാവും. ഇപ്പൊ എന്റെ മക്കളെന്ന് പറഞ്ഞ ഒരാള് 6-ലായി, ഒരാള് ബിടെക്കിനായി. അവർക്കൊന്നും ഇത് താല്പര്യമില്ല. ആണോ? ബിടെക്കിനായോ? ബിടെക് സെക്കൻഡ് ഇയർ ആണ് അവന്. ആണോ? ഓക്കെ. പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ വരണമെന്ന് വിചാരിച്ചു. പക്ഷെ അശ്വതി മാമും ജിഷ മാമും ഉണ്ടായിരുന്നു. അവരായിരുന്നു ഡ്യൂട്ടി. എന്ന് വെച്ചാല് പ്രാക്ടിക്കൽ ക്ലാസ്സിന് ഡ്യൂട്ടി മാറി വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞിട്ട് മുമ്പത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സിന് ഞാനാ പോയത്. ടീച്ചേഴ്സ് ആയിരിക്കും വന്നത്. നമുക്ക് അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ജോബ് സാറും അപർണ മാമും വരില്ലേ ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല, അവർക്ക് ഉണ്ടാവില്ല, അപ്പൊ ഇനി കൺവെക്കേഷന് കാണാം എന്ന് പറഞ്ഞു. ജയദേവ് സാർ വന്നിട്ടുണ്ടായിരുന്നു, വൈഫും കുട്ടികളും കൂടിയിട്ട്. അവരെ കണ്ടു. പിന്നെ നമ്മള് റെക്കോർഡൊക്കെ സൈൻ ചെയ്യിപ്പിച്ചു പോയപ്പോ എല്ലാവരും 15 ആളുണ്ടായിരുന്നു. നമുക്കത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടോ നമുക്ക്. കാരണം നമ്മൾ വായിക്കലും പിന്നെ റെക്കോർഡ് എഴുതിയപ്പോ അതൊന്നും കൂടി പരിചയമായി. അത് കഴിഞ്ഞ് ഇപ്പൊ നേരിട്ട് ചെന്ന എക്സ്പീരിയൻസ് ആയിപ്പോഴേ നമുക്ക് നല്ല ഇഷ്ടമായി. നമുക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് തോന്നിയ ഇംപ്രഷൻ പറഞ്ഞാല് ഇത് കണ്ടപ്പോ തന്നെ ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയ കൊള്ളാം എന്നൊക്കെ തോന്നിയോ? ആ ലെറ്റേഴ്സ് ABCD ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, ഇങ്ങനെ പറക്കി പറക്കി ഇടാനൊക്കെ ആയിട്ട്. അതൊക്കെ ഞാൻ പറയേ, കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോ അവർക്ക് ആദ്യം നമ്മുടെ മോൺസൂറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോ അവർക്ക് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ. അത് വളരെ ഇങ്ങനെ ഇരിക്കും. ആ മെറ്റീരിയൽ ഒക്കെ കൂടി കാണുമ്പോൾ ആദ്യം ചിലപ്പോ അവര് 1-2 മെറ്റീരിയൽ വീട്ടിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. പിന്നീട് അവർക്ക് മനസ്സിലാകും ഈ മെറ്റീരിയൽസ് ഇവിടത്തെയാണ്, ഇവിടെ വരുമ്പോ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാകുമ്പോ അവരത് മാറും. അപ്പൊ ഇനി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തില്ലേ നമ്മുടെ മെറ്റീരിയൽസിന്റെ മെറ്റീരിയൽസ്, അത് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോ പിന്നെ റൈറ്റിംഗ് ആണ് നമ്മൾ ആദ്യം വരുന്നത് ഞാൻ പറഞ്ഞു അല്ലേ. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് അല്ലേ നിങ്ങൾ യൂസ് ചെയ്തത് ആദ്യം? പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്തതിനു ശേഷം നമ്മൾ സാൻഡ് പേപ്പർ ആൽഫബെറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാൻഡ് പേപ്പർ ആൽഫബെറ്റ്സ് വെക്കാത്തതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഞാൻ മാമിനോട് പറഞ്ഞു, സാൻഡ് പേപ്പർ ആൽഫബെറ്റ്സും കൂടി വാങ്ങിക്കും മാം. ജിഷ മാമിനോട് പറഞ്ഞപ്പോൾ ജിഷ മാം പറഞ്ഞു ഓൾറെഡി നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് സാൻഡ് പേപ്പർ ആൽഫബെറ്റ്സ് ചെയ്യിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞ ഞാനത് വാങ്ങിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് സാൻഡ് പേപ്പർ ആൽഫബെറ്റ്സ് ആണ് ഏറ്റവും നമ്മൾ ലാംഗ്വേജ് ഏരിയയിൽ ആദ്യം മോണ്ടിസോറി പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽ ആയിരുന്നു ഏത് സാൻഡ് പേപ്പർ ആൽഫബെറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങളും ആദ്യം ഏത് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തത്? പേപ്പർ തന്നെയാണ് നമ്മള് ചെയ്തത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. പിന്നെ അത് നമുക്ക് തൊട്ട് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ തൊടുമ്പോ ആദ്യമായിട്ട് ലെറ്റർ പഠിക്കുന്നവർക്ക് ആ ഒരു വേവ് മനസ്സിലാവുമല്ലോ. നമ്മുടെ മലയാളം അക്ഷരം കൂടിയും ചെയ്യണമെന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത്? വലുതാവുമ്പോ മലയാളം അക്ഷരം കൂടി കട്ട് ചെയ്ത് സാൻഡ് പേപ്പർ ആൽഫബെറ്റ്സ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആൾക്ക് ഇംഗ്ലീഷ് ഓക്കെയാണ്. കാരണം ഞാൻ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്ത ആളെ പഠിപ്പിച്ചത്. അത് ഇംഗ്ലീഷ് ആൾക്ക് ഓക്കെയാണ്, സെറ്റാണ്. ഇംഗ്ലീഷിന് വേറെ ഡൗട്ടും കാര്യമൊന്നുമില്ല. പക്ഷെ മലയാള അക്ഷരങ്ങൾ കുറച്ച് പാടാണ്, സാധാരണ എഴുതാൻ തന്നെ അത്യാവശ്യം നല്ല പാടാണ്. ആള് മലയാളത്തിൽ ഇത്തിരി വീക്കാണ്. ഞാൻ വിചാരിച്ചു സാൻഡ് പേപ്പർ ആൽഫബെറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് യൂസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പ്രീ റൈറ്റിംഗ് ബോർഡ് ഒരെണ്ണത്തില് അവള് ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തു. പിന്നെ ജിഷ മാം പറഞ്ഞു 2 എണ്ണത്തിൽ ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് അവള് 2 കൈയും വെച്ച് 2 ഇത് വെച്ചിട്ട് ചെയ്തു കേട്ടാ. എത്തിച്ചു അങ്ങട്. അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ. നമുക്ക് ഒരു കൈ കൊണ്ട് ഒരു കാര്യം ചെയ്യും, മറ്റേ കൈ കൊണ്ട് വേറെ കാര്യം ചെയ്യാൻ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. കുട്ടികൾക്ക് അവള് ആദ്യത്തെ പ്രാവശ്യമൊക്കെ തെറ്റിച്ചു. പിന്നെ അവള് പതുക്കെ ഇങ്ങനെ വന്ന് അങ്ങനെ ചെയ്തു. അവള് പ്രീ റൈറ്റിംഗ് ബോർഡ് വെച്ചിട്ട് ഇതൊക്കെ ഇല്ലേ റൗണ്ടൊക്കെ പറഞ്ഞതൊക്കെ അവള് ചെയ്തു നന്നായിട്ട്. നമുക്കപ്പോ നമുക്ക് അതും കൂടി ഒരു എക്സ്പീരിയൻസ് ആയി. അതാണ് പറഞ്ഞത്. നമ്മള് വരുമ്പോ
അപ്പൊ മക്കളും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ചെയ്ത് നോക്കാനുള്ള ഒരു അവസരമാണ്. ഓക്കെ, ഇതല്ലേ പ്രീ റൈറ്റിംഗ് ബോർഡ്സിന്റെ ഏകദേശം ഞാൻ നമ്മളുടെ മോണ്ടിസോറി പ്രീ റൈറ്റിംഗ് ബോർഡ്സ് നിങ്ങൾ കണ്ടതാണ്. ഇത് നമ്മൾ ഇന്ന് ഓൺലൈനിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ്. അധികം റേറ്റ് ഒന്നും ഇല്ലാത്ത സെയിം എഫക്റ്റ് ഉള്ള അല്ലെങ്കിൽ സെയിം റിസൾട്ട് വരുന്നത്. ഇതല്ലേ നിങ്ങൾ കണ്ടത്? ഇങ്ങനെയായിരുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ മോണ്ടിസോറിൽ പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. കർവും കാര്യങ്ങളൊക്കെയാ വരുന്നത് അല്ലെ? അതല്ലേ കണ്ടത്? ആ ഓക്കെ. അപ്പോ ഇതില് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് നോക്കി നിങ്ങൾ ആൽഫബറ്റ്സ് ഉണ്ട്. ഇതോ, ഇതാണ് ആൽഫബറ്റ്സിന്റെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തതാണ് ആൽഫബറ്റ്സിന്റെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. ഇതേപോലത്തെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും. ആള് ഈ ഒരു ബോർഡ് യൂസ് ചെയ്ത് ഞാൻ പോലും കൈപിടിച്ച് എഴുതിച്ചിട്ടില്ല. ആള് സ്വയമേ അത് പഠിച്ചു. 3 വയസ്സൊക്കെ ആയ സമയത്ത് തന്നെ വാങ്ങിച്ചു കൊടുത്തു. ആള് തന്നെ പഠിച്ചു. പിന്നെ ആള് എഴുതുന്നത് ഇപ്പൊ 4 ക്ലാസ്സിലേക്ക് LKG പോയി തുടങ്ങിയപ്പോ ആദ്യം കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാല് അവള് പ്രീ റൈറ്റിംഗ് ബോർഡ്സിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അവള് ആദ്യം അക്ഷരങ്ങൾ എഴുതുമ്പോൾ വലുതാക്കിയാണ് എഴുതുന്നത്. അവൾ എങ്ങനെയാണോ പ്രീ റൈറ്റിംഗ് ബോർഡ്സിൽ എഴുതി ശീലിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ വലുതാക്കിയിട്ടാണ് അവള് എഴുതുന്നത്. സോ പിന്നീട് എന്ത് ചെയ്തു, അവള് കറക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിട്ടാ. കറക്റ്റ് ചെയ്ത് എഴുതാനായിട്ട് തുടങ്ങി. ആ സമയം ആ ഒരു ഡിഫിക്കൽറ്റി മാത്രമേ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. കാരണം അക്ഷരം ഇതുവരെ ഞാൻ അവളെ കൊണ്ട് കൈപിടിച്ച് എഴുതിപ്പിക്കേണ്ട വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ചെറുതാക്കി എഴുതിയാൽ മതി. ഡിഫറെന്റ് ടൈപ്സ് കിട്ടും കേട്ടോ നമുക്ക്. പ്രീ റൈറ്റിംഗ് ബോർഡ്സും കാര്യങ്ങളും ഡിഫറെന്റ് ഷേപ്സ്, ഡിഫറെന്റ് ടൈപ്സ് കിട്ടും. കർസി ലെറ്റേഴ്സും കാര്യങ്ങളും കണ്ടോ? കർസി ലെറ്റേഴ്സ് ആണത്. അപ്പൊ നമ്മള് ആദ്യം മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾ റൈറ്റ് ആണ് ചെയ്യുന്നത്, പിന്നീടാണ് അവർ റീഡ് ചെയ്യുന്നത്. നമ്മൾ റൈറ്റിംഗ് പഠിപ്പിക്കുമ്പോൾ തന്നെ സൗണ്ട്സ് പഠിപ്പിക്കും. ഇനി നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ജോബ് സാർ അല്ലെ ഇംഗ്ലീഷ് എടുക്കുന്നത്? ജോബ് സാറ് മാറിയിട്ട് ആരാക്കും? അശ്വതി മാം ആവും. പറഞ്ഞു ഞാൻ പറഞ്ഞു, ക്ലാസ്സിൽ പറഞ്ഞു. അശ്വതി മാം മറ്റേ ഇതെടുക്കുന്നു, ഇംഗ്ലീഷിന്റെ എടുക്കുന്നു. അശ്വതി മാം നമ്മളുടെ അശ്വതി മാം അല്ല കേട്ടോ. അശ്വതി മാം അല്ല, വേറൊരു അശ്വതി മാം ഉണ്ട് ഞങ്ങൾക്ക് ഇംഗ്ലീഷില്. ഫോണിറ്റിക്സ് ഒക്കെ മിസ് എടുക്കുന്നത്. അപ്പം അശ്വതി മാം ആയിരിക്കും ഫോണിറ്റിക്സ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈ സൗണ്ട്സ്, ഈ അക്ഷരങ്ങളും സൗണ്ട്സും കൂടി നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പൊ കുറച്ചും കൂടി അവർക്ക് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ തന്നെയാ. ഭയങ്കര കാമായിട്ട് നിന്നോ അവര് കുട്ടികൾ ഈ മെറ്റീരിയൽസ് ചെയ്യാൻ തുടങ്ങിയപ്പോ? അവര് അത് കുറെ നേരം ഇങ്ങനെ ഇരുന്ന് ചെയ്തു. പിന്നെ അവർക്ക് പറ്റാത്ത സെക്ഷൻ വന്നപ്പോ അവര് പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയേഴ്സും എടുത്തിട്ട് പോയി വീട് പണിയാന്ന് പറഞ്ഞിട്ട്. രണ്ടാളും കൂടി വന്നപ്പോഴായിരിക്കും അല്ലെ? രണ്ടാളും കൂടി അവിടെ ഇരുന്ന് വീട് പണിയലായിരുന്നു, പിങ്ക് ടവർ വെച്ചിട്ടും ബ്രൗൺ സ്റ്റെയേഴ്സ് വെച്ചിട്ടും. പിന്നെ വരയ്ക്കാനുള്ളതിലൊക്കെ വന്നപ്പോ അവള് വീണ്ടും വന്നു. ബീഡ്സ് ഒക്കെ ചെയ്യേണ്ടതിലൊക്കെ വന്നപ്പോ അവള് വന്ന് ചെയ്തിരുന്നു. ശുഭയുടെ മോള്. ശുഭ ഇടയ്ക്ക് വരാറുണ്ട്. കൂടുതലും റെക്കോർഡാ തോന്നുന്നു. അവള് ഇടയ്ക്ക് വരുള്ളൂ. പിന്നെ ഒരു പേര് ഓർമ്മയില്ല, സബീനയുടെ ആണോ മോനും ഉണ്ടായിരുന്നു. അവൻ 3ലാ പഠിക്കണേ. അവര് രണ്ടാളുമാണ് ഉണ്ടായിരുന്നത്. വളരെ കുറവാണല്ലേ? കൂടുതലും റെക്കോർഡ് ക്ലാസ് കാണണം. കുറെ ജോലിക്ക് പോണ ആൾക്കാരുണ്ട്. വൈകുന്നേരം ക്ലാസ് വെക്കുന്ന സമയത്ത് ഇത്തിരിയും കൂടി സ്ട്രെങ്ത് ഉണ്ടാവാറുണ്ട്. വൈകുന്നേരം എത്ര സ്ട്രെങ്ത് വരെ വരാറുണ്ട്? ഒരു 12, 13 അത്രേ ഉള്ളൂ. ചില ക്ലാസ് ഫസ്റ്റ് ഒക്കെ ജിഷ മാം വെച്ചപ്പോ ഒരു 16, 17 ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സുകളിലൊക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ലേ? എന്നാലും ഒരു 20ന്റെ അടുത്തൊക്കെ തന്നെയാണ് എത്തിയിട്ടുള്ളൂ. നമ്മളോട് മറ്റേ വൈകുന്നേരത്തെ ആദ്യത്തെ ക്ലാസ് ജിഷ മാം ഇതുപോലെ വൈകുന്നേരം വെച്ചപ്പോ കുറെ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അപ്പൊ മാം പറഞ്ഞു, അപ്പൊ വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സൗകര്യമാവൂലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ദിവസം പിന്നെ വെച്ചപ്പോഴൊക്കെ ഇതേപോലെ 12ഉം 11ഉം ഒക്കെ. ജോബ് സാറിന്റെ ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ച 3 ആളുണ്ടായിരുന്നുള്ളൂ.
ഞങ്ങൾ റെക്കോർഡ് ഈ മറ്റേ ക്ലാസ്സിന് വരേണ്ട കാരണം കുറച്ച് പേര് ട്രാവലിങ്ങിലും ഒക്കെ ആയിട്ട് പിന്നെ നമ്മൾ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട തിരക്കൊക്കെ ആയിട്ട് 3 ആളെ അന്ന് ക്ലാസ്സിൽ കയറിയുള്ളൂ. പിന്നെ ഓരോരുത്തർക്കും ഓരോ തിരക്കുകൾ ഉണ്ടാവും, അതായിരിക്കാം. മാക്സിമം നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണുന്നവർ കണ്ടിന്യൂഷൻ കാണാം കേട്ടോ. നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തപ്പോ 50 ആളോ എത്രയും കൂടെ ഉണ്ടായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്തതിൽ. അങ്ങനെ അന്ന് എക്സാമിന്റെ റിസൾട്ട് വന്നതിൽ 50 എത്രയും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞങ്ങക്ക് പക്ഷെ ടീച്ചർമാരെ മിസ്സുമാരെയൊക്കെ ഭയങ്കര ഇഷ്ടായി. എന്തോരം ക്ഷമയോട് കൂടിയിട്ടാ ഞങ്ങക്ക് പറഞ്ഞു തരണേ. നമുക്കുണ്ടാവില്ല അത്രയും ക്ഷമയും. ഓരോന്ന് ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ചോദിക്കാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ഒക്കെ പറഞ്ഞു തന്നു. നമ്മൾ ആദ്യമായിട്ടല്ലേ മെറ്റീരിയൽസ് ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് ആദ്യം നമുക്ക് പേടിയുണ്ടാവും. പിന്നെ ട്രെയിനിങ്ങിന് വേണ്ടി തന്നെ നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങളത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നത് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഞങ്ങളുടെ ഇതാണ്, ഡ്യൂട്ടിയാണ്. അത് നിങ്ങൾ എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ഈ നമ്മൾ എടുത്ത പോർഷൻസിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. ഞങ്ങളോട് പേടിച്ചിട്ട് ഡൗട്ട് ചോദിക്കാണ്ടൊന്നിരിക്കണ്ട. ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും പോർഷൻ സ്പീഡിൽ എടുത്ത് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ മെയിൻ ആയിട്ട് ഞങ്ങളുടെ ക്ലാസ് സ്പീഡിൽ പോകുന്ന എപ്പോഴാന്ന് അറിയാമോ? ആരും ഇതൊന്നും സംസാരിച്ചില്ലെങ്കിൽ ക്ലാസ് ഭയങ്കര സ്പീഡിലായിരിക്കും പോകുന്നത്. അത്യാവശ്യം സംസാരിക്കുമെങ്കിൽ ടു വേ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പതുക്കെ പതുക്കെ പോവുള്ളൂ. കാരണം നമ്മൾ പഠിച്ച് അത് ക്ലിയർ ചെയ്ത് വീണ്ടും പഠിച്ച് ഞാൻ കുറെ നാളായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, ഞാൻ വന്ന് ക്ലാസ് എടുക്കുന്നു, റെസ്പോൺസ് ഒരു തമ്പ് കിട്ടിയാൽ കിട്ടി, ലക്ക് ഉണ്ടെങ്കിൽ കിട്ടി, അത്രേ ഉള്ളൂ അല്ലേ? അതെ അതെ, നമുക്കറിയണ കാര്യം ചോദിക്കും. തന്നെ നമ്മൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. മിന്നു ഞാനും മാത്രമേ സംസാരിക്കുന്നുള്ളൂ. രാജേശ്വരി മിണ്ടുന്നില്ല, സുബിത മിണ്ടുന്നില്ല, രാജലക്ഷ്മിയും മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. 3 പേര് എന്താ സൈലന്റ് ആയിട്ടിരിക്കണേ? ഞാനിപ്പോ ക്ലാസ്സിന് വന്ന കാരണം സുബിതയൊന്നും ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അവിടുത്തെ കാര്യങ്ങളെ പറയണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. കാണിച്ചു വീഡിയോ ഒക്കെ എടുത്ത് ഫ്രണ്ട്സിന് വീഡിയോ എടുത്ത് നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാതിന്റെയും 4 പാർട്ടിന്റെയും വീഡിയോ എടുത്ത് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ കാരണം വൈവയുടെ ഒക്കെ സമയത്ത് ചിലപ്പോൾ ടീച്ചർമാർ അതിന് ക്വസ്റ്റ്യൻ ചോദിക്കും. വൈവ അറ്റൻഡ് ചെയ്തു വന്നു? ഇല്ല, നമുക്ക് പേടിയായി. വൈവയുടെ കാര്യം നമ്മൾ ജിഷ മാമിന്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയൊക്കെയാന്ന് വരിക. അപ്പൊ മാം പറഞ്ഞു ആക്ടിവിറ്റി ചെയ്തതും പിന്നെ റെക്കോർഡിലെയും സെമിനാറിലെയും അസൈൻമെന്റിലും ഒക്കെ ചോദിക്കും. നമ്മുടെ ക്ലാസ് ആവുമ്പോ എങ്ങനെ വൈവ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ കോൺഫിഡൻസോട് കൂടി അറ്റൻഡ് ചെയ്യണം, എങ്ങനെ ടീച്ചർമാരെ ഇംപ്രസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുതരാട്ടോ. ലാസ്റ്റേ പറയുള്ളൂ. ഓക്കെ എപ്പോഴത്തേക്കായിരിക്കും വൈവ് ഉണ്ടാവുക? നമ്മളുടെ ടൈം എന്ന് പറയുന്നത് February 1 വരെ നമുക്ക് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഉണ്ട്. നമുക്ക് ഇനി ഒരു ടെക്സ്റ്റും കൂടി എടുക്കാനുണ്ടല്ലോ. ഇനി 2 ക്ലാസ് ആവുമെന്ന് പറയണു. ഒരു ദിവസം 2 ക്ലാസ് വരും എന്ന് പറയണു. ഇന്നലെ PG വരുമ്പോ വരും 2 ക്ലാസ് ആവും. അത് PG നിങ്ങള് നെക്സ്റ്റ് PGയിലേക്ക് വരുള്ളൂ. ജാനുവരി ലാസ്റ്റ് വീക്ക്, ജാനുവരി അവസാനമൊക്കെ PG സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. ആ ടെക്സ്റ്റ് കൂടി കഴിഞ്ഞിട്ടല്ലേ എക്സാം ഉണ്ടാവുള്ളൂ? അല്ല, ഡിപ്ലോമയുടെ എക്സാം ഡിപ്ലോമ കുട്ടികളുടെ ഒപ്പം തന്നെ കഴിയും. PGയുടെ എക്സാം പിന്നെ ആയിരിക്കും. 2 സെക്ഷൻ ആയിട്ടുണ്ടാവും. 2 സെക്ഷൻ ആയിട്ടാണ് നടക്കുന്നത്. ആദ്യം ഡിപ്ലോമ നമ്മള് എക്സാം ഇവരുടെ എഴുതും, അത് കഴിഞ്ഞിട്ടായിരിക്കും PGയുടെ എക്സാം വരുന്നത്. രാജേശ്വരി എന്താ പറഞ്ഞേ? അല്ല, അപ്പൊ നമ്മളുടെ ടൈം മാം പറഞ്ഞു 2 മാസം ഉണ്ടാവും എന്ന് പറഞ്ഞു PGയുടെ ക്ലാസ് എടുക്കാൻ. അപ്പൊ ജനുവരിയിൽ കഴിയും, ജനുവരി ലാസ്റ്റിൽ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ ഫെബ്രുവരി മാർച്ച് ആവില്ലേ? മാം പറഞ്ഞു ഫെബ്രുവരിയിൽ കഴിയുന്നു. ഡിപ്ലോമയുടെ ക്ലാസ് ഫെബ്രുവരിയിലും ഡിപ്ലോമയ്ക്ക് 10 months PGക്ക് 12 months ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അത് അറിയില്ല മാം. ഞാൻ 10 മാസം തന്നെയുള്ളത് ഞാൻ അറിഞ്ഞേക്കണത്. ആണോ? ഓക്കേടാ, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഇനി ക്ലാരിറ്റിക്ക് വേണ്ടിട്ട് അങ്ങനെ ആയിരിക്കുള്ളൂ. ഫെബ്രുവരി ആകുമ്പോഴേക്കും നിങ്ങളുടെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോ PGയുടെ എക്സാമും കൂടി കഴിഞ്ഞിട്ടല്ലേ കൺവെക്കേഷൻ ഒക്കെ വരുള്ളൂ? ശരിയാണ്, കൺവെക്കേഷൻ PG എക്സാം കഴിഞ്ഞായിരിക്കും. അതൊന്ന് പറഞ്ഞിരുന്നു. നമ്മള് ചേർന്നിരുന്നപ്പോ നമ്മുടെ PRO പറഞ്ഞിരുന്നു 10 മാസമാണ് ഡിപ്ലോമ, പിന്നെ 12 മാസമാണ് PG കോഴ്സ് തരണേന്ന് പറഞ്ഞു. അതങ്ങനെയാ.
അതുകൊണ്ട് ഞാൻ എക്സാമിന്റെ കാര്യം ഇപ്പോഴാണ് കറക്റ്റ് ആയത്. എക്സാം ഡിപ്ലോമയുടെ എക്സാമും പിന്നെ PGയുടെ എക്സാമും വെവ്വേറെയാന്നുള്ളത് ഇപ്പോഴാണ് അറിഞ്ഞത്. അതെ ഞങ്ങൾ അതായിരുന്നു സംശയമായിരുന്നു ഞങ്ങൾക്ക്. ഡിപ്ലോമക്കാർക്ക് ആകെ 7 പേപ്പേഴ്സ് ആണ് വരുന്നത്. 7 പേപ്പറാണ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ളത്. PGക്കാർക്കാണെങ്കിൽ 2 പേപ്പർ കൂടെ എക്സ്ട്രാ വരും. അപ്പൊ 9 പേപ്പേഴ്സ് PGക്കും ഡിപ്ലോമയ്ക്ക് 7 പേപ്പേഴ്സ് ആണ് വരുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ ഇതിന് കൂടുതലും PGക്കാരാണ് എന്നാണ് ഞങ്ങൾക്ക് മുന്നേ ഞങ്ങള് ഇതേപോലെ ചോദിച്ചപ്പോ കൂടുതലും PG ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. ഡിപ്ലോമക്കാരുണ്ടോ എന്നുള്ളത് അറിയില്ല. 2 3 റെക്കോർഡർ ക്ലാസ് കാണുന്നവരുണ്ടോന്ന് അറിയില്ല കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ജനുവരി ഫെബ്രുവരിക്ക് വൈവേ ഒരെണ്ണല്ലേ ഉണ്ടാവുള്ളൂ PGക്കും PGക്കും ഡിപ്ലോമയ്ക്കും വൈവേ ഉണ്ടാവുള്ളൂ. പിന്നെ PGക്ക് ഒരു സ്പെഷ്യൽ കാര്യം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെമിനാർ എടുക്കണം. PGയുടെ ക്ലാസ്സിൽ നിങ്ങൾ സെമിനാർ എടുക്കണം. ഒന്നില്ലെങ്കിൽ PGയുടെ ക്ലാസ്സിൽ സെമിനാർ എടുക്കുന്നതിന് മാർക്കുണ്ട്. ഇപ്പൊ ഞാൻ ഡിപ്ലോമയുടെ ക്ലാസ്സിൽ നമ്മൾ എന്താ പറയാ ഓവറോൾ പെർഫോമൻസിന്റെ മാർക്ക് ഇടുന്നത്. ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവേ വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാർക്കിലാണ് നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരുന്നത് എന്നുള്ള രീതിയിൽ മാർക്ക് വരുന്നത്. പക്ഷെ PGയിൽ സെമിനാറിന് മാർക്ക് വരും. അപ്പൊ സെമിനാറിന് മാർക്ക് വരുമ്പോൾ 100 മാർക്കിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ PGയുടെ ക്ലാസ്സിൽ സെമിനാർ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ മാർക്ക് ഇട്ടിട്ടുണ്ടാവും. ഇപ്പൊ എന്റെ ക്ലാസ്സിലായിരിക്കും ഇപ്പൊ മിന്നു സെമിനാർ എടുത്തത്. സോ ഞാൻ മിന്നുന്റെ മാർക്ക് അവിടെ എൻ്റർ ചെയ്തു. പക്ഷെ മോൻ വൈവേക്ക് പോകുന്നത് ആർക്കായിരിക്കും? അശ്വതി മിസ് ആയിരിക്കും മോന് വൈവ എടുക്കുന്നത്. അപ്പൊ അശ്വതി മിസ്സിനോട് മുമ്പ് പറയണം, അപർണ മിസ്സിന്റെ ക്ലാസ്സിൽ ഞാൻ സെമിനാർ എടുത്തിട്ടുണ്ട്, ഇന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് എടുത്തത്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ മാം എന്ന് പറയണം. എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ് മാം പറയണമെങ്കിൽ ടൈം നോക്കിയിട്ടായിരിക്കും അങ്ങനെ വരുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് അപ്പോ മോൻ ഒന്നും കൂടി സെമിനാർ എടുക്കേണ്ടി വരും. വേണ്ട, ഞാൻ അപർണ മിസ്സിനോട് ചോദിച്ചിട്ട് മാർക്ക് ഇട്ടോളാം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ. അപ്പോ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ സെമിനാർ എടുക്കുന്ന ടോപ്പിക്ക് നല്ല രീതിയിൽ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. നമുക്ക് മുമ്പ് സെമിനാർ എടുക്കാനുള്ള ടോപ്പിക് ഇപ്പൊ അന്ന് ഇംപ്രസ്ഡ് പേഴ്സണെ പറ്റിയിട്ടൊക്കെ നമ്മൾ സെമിനാർ എടുത്തുല്ലോ. അതല്ലടാ, നമ്മുടെ ഡിപ്ലോമയുടെ ടോപ്പിക്കാണ്. നിങ്ങൾ PGയിലേക്ക് സൂപ്പറാണ്. PGയിൽ വേറെ സിലബസ് ആണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സെറമണി വരുന്നത് കൺവെക്കേഷൻ സെറമണി വരുന്നത് മാർച്ചിലായിരിക്കും. മാർച്ച് എന്ന് പറയുമ്പോ പിള്ളേർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ. അല്ല ഇപ്പൊ ഞാനിപ്പോ പാലക്കാടാണ്. എനിക്ക് എറണാകുളത്തേക്ക് വരണമെങ്കിൽ എന്തായാലും തലേ ദിവസം തന്നെ വരേണ്ടി വരും. എന്റെ വീട് എറണാകുളത്താണ്. പക്ഷെ എന്തായാലും തലേ ദിവസം വരേണ്ടി വരും. അല്ലെ കറക്റ്റ് സമയത്ത് വരലും ഒക്കെ ബുദ്ധിമുട്ടാവും. അപ്പോ പിള്ളേരെ എക്സാം നടക്കുന്ന സമയത്ത് പിള്ളേരെയും വിളിച്ചിട്ട് നടക്കില്ലല്ലോ. തൃപ്പൂണിത്തുറ, എരൂര്. അപ്പം ഏപ്രിലായിരിക്കുള്ളൂ മിക്കവാറും ടൈം വരുന്നത്. കാരണം ഏപ്രിലാണ് ടൈം ആയിരിക്കുള്ളൂ കോൺവൊക്കേഷൻ ഒക്കെ വരണമെങ്കിൽ. ഉറപ്പില്ലാട്ടെ, ഞാൻ എന്റെ PGയുടെ എക്സാം കൂടി കഴിഞ്ഞിട്ടുള്ള ടൈമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മാർച്ച് ഇപ്പൊ ഫെബ്രുവരിയിലെ എക്സാം കഴിഞ്ഞാലും എന്തായാലും 1 മന്ത് എന്തായാലും സർട്ടിഫിക്കറ്റ് പ്രോസസ് ചെയ്യാനും വൈവയുടെ കാര്യത്തിനൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ ഏപ്രിലായിരിക്കണം വരുന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അറിയിക്കും. ഇപ്പൊ ടേം എക്സാം എന്തായിരിക്കും, അതേപോലെ തന്നെ മെയിൻ എക്സാം എന്തായിരിക്കും, PGയുടെ ക്ലാസ്സുകൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോ നിങ്ങൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് മാം വോയിസ് ഇടും, അല്ലെങ്കിൽ മാമിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് കൂടുതൽ അറിയാം. കാരണം കൺഫേം ചെയ്ത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, ഞങ്ങൾ ടീച്ചേഴ്സ് അല്ലേ, ഞങ്ങൾക്ക് പോർഷൻ തീർക്കണ ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളിനി മോണ്ടിസോറി വർക്ക് ആഫ്റ്റർ വേർഡ്സ് എന്ന് പറയുന്ന പോർഷൻ ആണ് എടുക്കാൻ പോകുന്നത്. Montessori opinion that education is not something which the teachers does, but that is a natural process which involves spontaneously in human beings. Education എന്ന് പറയുന്നത് ടീച്ചർ പറഞ്ഞു തരുന്നത് മാത്രമല്ല, കുട്ടികൾ എന്താണ് നാച്ചുറലി ലേൺ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് നമ്മളുടെ സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ ഓട്ടോ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ അക്യൂർ ചെയ്യുന്നത്, സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ് അവരെങ്ങനെ അക്യൂർ ചെയ്യുന്നു എന്നതിനൊക്കെ റിലേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് നോട്ട് അക്വേർഡ് ബൈ ലിസണിങ് ടു ദ വേർഡ്സ്. നമ്മൾ ആ വേർഡ്സും കാര്യങ്ങളും ലിസൺ ചെയ്യുന്നതിലൂടെ മാത്രമല്ല നമുക്ക് എഡ്യൂക്കേഷൻ അക്യൂർ ചെയ്യാൻ പറ്റുന്നത്, ബട്ട് ബൈ വർക്ക് ഓഫ് എക്സ്പീരിയൻസ്. അത് എക്സ്പീരിയൻസ് ചെയ്യാണ്. മോണ്ടിസോറി എൻവയോൺമെന്റ് ആയിട്ട് അവർ ഇന്ററാക്ഷനിൽ വരുമ്പോൾ അവർ ഈ എൻവയോൺമെന്റിന് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു,
എക്സ്പീരിയൻസ് ചെയ്യുന്നു. ടീച്ചേഴ്സ് ടാസ്ക് ഈസ് നോട്ട് ടു ടോക്ക്. ടീച്ചേഴ്സിന്റെ ടാസ്ക് എന്ന് പറയുന്നത് ജസ്റ്റ് സംസാരിക്കുക എന്ന് മാത്രമല്ല, ബട്ട് ടു പ്രിപ്പയർ ആൻഡ് അറേഞ്ച് എ സീരീസ് ഓഫ് മോട്ടീവ് ഫോർ കൾച്ചറൽ ആക്ടിവിറ്റി ഇൻ എ സ്പെഷ്യൽ എൻവയോൺമെന്റ് മെയ്ഡ് ഫോർ ദ ചൈൽഡ്. അപ്പോ ടീച്ചറിന്റെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്, നല്ല രീതിയിൽ അവർക്ക് വേണ്ട കൾച്ചറൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് അവരുടെയും സ്പെഷ്യൽ എൻവയോൺമെന്റിലേക്ക് അവരെ കുറച്ചുകൂടി മിങ്കിൾ ആക്കുക, അവർ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക, ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യുക എന്നതാണ് ആരുടെ ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത്, ടീച്ചേഴ്സിന്റെ ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ കാസ ദി ബാബിനിൽ കുറിച്ചാണ് പറയുന്നത്. Casa di Barbary. At Casa di Barbary, the prepared environment give the children what other homes lacked. നമുക്കറിയാം അല്ലെ, കാസ ദി ബാർബറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രീറ്റിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവർക്ക് എന്താണോ വീട്ടിൽ കിട്ടാഞ്ഞത്, അത് വീട്ടിൽ എന്താണ് അവർക്ക് നീഡായിരുന്നു അത് കിട്ടാഞ്ഞത്, അതാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തത്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ്, അവർക്ക് വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളും. പിന്നെ അതിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. കോൺസെൻട്രേഷൻ, പഞ്ച്വാലിറ്റി, ഡിസിപ്ലിൻ, ഹാർമണി, മ്യൂച്വൽ ഹെൽപ്പ്, മോറൽ ഹെൽപ്പും കാര്യങ്ങളൊക്കെ അവർ ഈ ഒരു എൻവിയോൺമെന്റുമായിട്ട് കോണ്ടാക്ട് വന്നതിലൂടെയാണ് അവർ കൂടുതലായിട്ട് ലേൺ ചെയ്തത്. അപ്പൊ അവർക്ക് എന്താണോ വീട്ടില് കിട്ടാവുന്ന കാര്യങ്ങൾ, അത് അവർക്ക് ഈ മോണ്ടിസോറി എൻവിയോൺമെന്റിലേക്ക് വന്നപ്പോൾ അവർക്ക് അത് അക്യൂർ ചെയ്യാൻ പറ്റി. മോണ്ടിസോറി ഹാഡ് ഗ്രേറ്റ് റെസ്പെക്ട് ഫോർ ഹർ പീപ്പിൾസ്. നമ്മളുടെ പീപ്പിൾസിന് ഭയങ്കര റെസ്പെക്ട് ഉണ്ടായിരുന്നു. കാരണം മോണ്ടിസോറി ഓരോ കാര്യങ്ങളും ലേൺ ചെയ്ത് കുട്ടികളിൽ നിന്നാണ് അല്ലെ, കുട്ടികളിൽ നിന്നാണ് മോണ്ടിസോറി ഓരോ കാര്യങ്ങളും ലേൺ ചെയ്തത്. വാസ് കണ്ടിന്യൂസ്ലി ലേണിംഗ് ഫ്രം ദം. ഡിസ്കവറീസ് ഓരോന്നും ഓരോ എക്സ്പീരിയൻസിലൂടെ, മോണ്ടിസോറി കടന്നു വന്ന ഓരോ എക്സ്പീരിയൻസിലൂടെയാണ് ഓരോ ഡിസ്കവറിയും പറഞ്ഞത് അല്ലെ. ഞാൻ എക്സാമ്പിൾ ഒക്കെ ആയിട്ട് പറയുമ്പോൾ മോണ്ടിസോറിയുടെ ലൈഫിൽ നടന്ന സംഭവങ്ങളാണ്, ആ ഒരു എക്സ്പീരിയൻസുകളാണ് ഈ ഒബ്സർവേഷൻ ആയിട്ട് മാറിയത്. they were free to explore their new environment. അപ്പോ അവരുടെ ന്യൂ എൻവയോൺമെന്റ് അവർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങി. ചൂസ് ദോസ് തിങ്സ് വിച്ച് ദേ വാണ്ടഡ് ടു വർക്ക് വിത്ത് ഫാസ്റ്ററിംഗ് ഇൻഡിപെൻഡൻസ്. അവർക്ക് എന്ത് തിങ്സ് അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എന്നുള്ള ഫുൾ ഫ്രീഡവും കാര്യങ്ങളും മാർക്ക് കിട്ടി, കുട്ടികൾക്ക് തന്നെ കിട്ടി. ഷീ മെയ്ഡ് ഓഫ് ഹർ ഓൺ മെറ്റീരിയൽസ്. മോണ്ടിസോറിയുടേതായിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളാണ് മെയ്ഡ് ചെയ്തത്. ആൻഡ് വാസ് കണ്ടിന്യൂലി എക്സ്പെരിമെന്റിങ്, മോഡിഫൈങ്, അഡാപ്റ്റിംഗ് തിങ്സ് ആസ് നീഡ് അക്രോസ്. ഇപ്പോഴും നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് ഇപ്പോഴും കണ്ടിന്യൂസ്ലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. അതിന് മോഡിഫിക്കേഷനും കാര്യങ്ങളും വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. ആദ്യം കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് നിങ്ങൾ കാണുമ്പോൾ, ഇപ്പൊ നിങ്ങൾ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടത് ബെൽ ടൈപ്പ് ഉള്ള കൗണ്ടർ അല്ലേ, ബെൽ ടൈപ്പിലുള്ള കൗണ്ടർ അല്ലേ കണ്ടത്? കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ഓർമ്മയുണ്ടോ? പണ്ടത് റൗണ്ട് സർക്കിൾ പോലത്തെ കളറായിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന അങ്ങനത്തെ ആയിരിക്കും, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചിരിക്കുന്നത് ചിലപ്പോൾ അതായിരിക്കും, അല്ലെങ്കിൽ മാറിയിട്ടുണ്ടാവും. എന്നുവെച്ചാൽ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിന്റെ ആദ്യത്തെ ഫോം വ്യത്യാസമുണ്ട്, ഫോർത്ത് ഫോം അതിന്റെ ഡിഫറെന്റ് ഉണ്ട്. അപ്പൊ കുറെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ മെറ്റീരിയൽസിൽ, പുതിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ മെറ്റീരിയൽസ് എല്ലാം മോണ്ടിസോറി പ്രിപ്പയർ ചെയ്താണ്. അപ്പോൾ നമ്മുടെ റൈറ്റിംഗ് കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങണം, റീഡ് ചെയ്യിക്കണം, റൈറ്റ് ചെയ്യിക്കണം എന്നൊക്കെ പാരന്റ്സ് റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ് മോണ്ടിസോറി ഏത് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തത്, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് പ്രിപ്പയർ ചെയ്തത് അല്ലേ. ഓക്കെ, അപ്പോ ഓരോന്നിനും അത് ഓരോന്നും ഇവർക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് മോണ്ടിസോറി ചെയ്ത ഓരോ വർക്കുകളാണ്. ഇനി നമ്മൾ ഈ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അല്ലെ. കാസറ്റ് ബാൻഡിൽ അത്രയും എന്താ പറയാ, സ്ട്രീറ്റിൽ നിന്നുള്ള അത്ര അഗ്രസീവ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. എന്നിട്ട് പോലും അവർ ഈ പ്രിപ്പയർ എൻവയോൺമെന്റിലേക്ക് വന്ന് 2 വീക്സിനുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് വീക്സ് കഴിഞ്ഞപ്പോഴേക്കും അവർ ഈ എൻവയോൺമെന്റ് ആയിട്ട് ഇടിച്ചേരാൻ തുടങ്ങി. ഈ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ, ഈ ഓരോ ഡിസ്കവറീസും കാര്യങ്ങളും അല്ലെങ്കിൽ അവരിൽ വന്ന ഈ മാറ്റങ്ങളൊക്കെ വേൾഡ് അറ്റൻഷൻ തന്നെ മോണ്ടിസോറി മെത്തേഡിലേക്ക് വന്നു. മോണ്ടിസോറിയുടെ ഈ ഓരോ ഒബ്സർവേഷനും കാര്യങ്ങളിലേക്കും വേൾഡ് തന്നെ എന്ത് ചെയ്തു, വേൾഡ് അറ്റൻഷൻ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റി. നമുക്ക് നോക്കാം കേട്ടോ. The work at San Lorenzo with the slums kids made the method of Montessori very famous among parents. അപ്പോ പാരന്റ്സിന്റെ ഇടയിൽ തന്നെ കുട്ടികൾ നമ്മുടെ സാൻ ലോറൻസോയിൽ ആ വർക്ക് സ്ലംസ് കുട്ടികളിൽ നടന്ന ആ ഒരു മെത്തേഡ് കൂടുതലായിട്ട് ഫേമസ് ചെയ്യാൻ തുടങ്ങി. പാരന്റ്സുകൾ ഭൂരിഭാഗം പാരന്റ്സും ഈ ഒരു മെത്തേഡിലേക്ക് ഇൻട്രസ്റ്റഡ് ആയി.
and leads to establishment of first training course in 1909. 1909 അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ട്രെയിനിങ് കോഴ്സ് മോണ്ടിസോറി ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. Seeing the people interested in her philosophy and her education gather momentum, she decided to set aside the rest of her life to spread the word of Montessori method. അപ്പോ ഈ ഒരു മെത്തേഡിലേക്ക് അല്ലെങ്കിൽ പീപ്പിൾസ് കൂടുതലായിട്ട് ഈ ഒരു ഫിലോസഫിയിലേക്ക് ഇൻട്രസ്റ്റഡ് ആവുന്നത് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. അങ്ങനെ ഹർ എഡ്യൂക്കേഷൻ ഗ്യാദർ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ ഗ്യാദർ ചെയ്യാൻ തുടങ്ങി. ഷീ ഡിസൈഡ് ടു സെറ്റ് അസൈഡ് ദ റെസ്റ്റ് ഓഫ് ഹർ ലൈഫ് ടു സ്പ്രെഡ് ദ വേർഡ്. ഈ മോണ്ടിസോറി മെത്തേഡിന് വേണ്ടി മാത്രമായിട്ട് മോണ്ടിസോറിയുടെ ബാക്കിയുള്ള ജീവിതം മാറ്റിവെച്ചു എന്നാ പറയുന്നത് കേട്ടോ. ത്രൂ ലെക്ചേഴ്സ് ആൻഡ് ടീച്ചിങ് ട്രെയിനിങ് കോഴ്സ് അറൌണ്ട് ദ വേൾഡ്. പിന്നീട് കൂടുതൽ ലെക്ചേഴ്സ് ആയിട്ടും ടീച്ചിങ് ട്രെയിനിങ് കോഴ്സും കാര്യങ്ങളൊക്കെ മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തു. ആസ് എ റിസൾട്ട് പ്രൈവറ്റ് സ്കൂൾ സ്റ്റാർട്ട് ബീങ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യൂറോപ്പ്. പ്രൈവറ്റ് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. USA, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ മോണ്ടിസോറി പ്രൈവറ്റ് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു. Many countries formally adopt the method in their school system. ഒരുപാട് രാജ്യങ്ങൾ മോണ്ടിസോറി മെത്തേഡ് അഡോപ്റ്റ് ചെയ്തു. മോണ്ടിസോറി സൊസൈറ്റി came into being throughout the world. മോണ്ടിസോറി എന്ന് പറയുന്ന മെത്തേഡ് throughout the world എന്ത് ചെയ്യാൻ തുടങ്ങി, സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഇന്റർനാഷണൽ ടീച്ചിങ് ട്രെയിനിങ് ക്ലാസ് ഹെൽഡ് ചെയ്തത് 1913 and also by 1913s the interest in her method was at the pinnacle that there were about hundreds of Montessori school in US. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഹൺഡ്രഡ്സ് ഓഫ് മോണ്ടിസോറി സ്കൂളുകൾ 1913 ആയപ്പോഴേക്കും USA സ്പ്രെഡ് വന്നു. അതിന്റെ ഭാഗമായിട്ട് വൈറ്റ് ഹൗസിലേക്ക് മോണ്ടിസോറി ഇൻവൈറ്റ് ചെയ്തു. അവിടെ വെച്ചിട്ട് മോണ്ടിസോറി ഒരു സ്പീച്ച് കണ്ടക്ട് ചെയ്തു. ദെൻ പിന്നീട് മോണ്ടിസോറി മെത്തേഡ് കൂടുതലായിട്ട് അഡാപ്റ്റ് ആയി. അത് കഴിഞ്ഞു ഈ മെത്തേഡ് നമ്മൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് റിജക്ഷൻ ആ ടൈമിൽ മോണ്ടിസോറി ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാല് എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് മോണ്ടിസോറി മെത്തേഡ് എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാൻ പറ്റും. കാരണം അന്ന് ഒരുപാട് റിജക്ഷൻ കേട്ടിട്ടുണ്ടായിരുന്നു മോണ്ടിസോറി. കാരണം കളിപ്പാട്ടങ്ങൾ യൂസ് ചെയ്ത് ടോയ്സ് യൂസ് ചെയ്താണ് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നത്. അതിനേക്കാൾ നല്ലത് നമ്മളുടെ ട്രഡീഷണൽ മെത്തേഡാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിജക്ഷനും കാര്യങ്ങളും മോണ്ടിസോറി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നല്ല രീതിയിൽ ഈ ഒരു മെത്തേഡിന്റെ വളർച്ച ആ ഒരു പീരീഡിൽ നല്ല രീതിയിലായിരുന്നു. ഓക്കെ, നമുക്ക് വായിച്ചു തുടങ്ങാം. നോക്കാം കേട്ടോ. The work at San Lorenzo with the slums kids made the method of Montessori very famous among parents. അപ്പൊ സാൻ ലൊറൻസോയില് സ്ലംസ് കുട്ടികളിൽ ആ ഒരു വർക്ക് മോണ്ടിസോറിനെ കുറച്ചുകൂടി പാരന്റ്സിന്റെ ഇടയിൽ ഫേമസ് ആക്കി. ലീഡ്സ് ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫസ്റ്റ് ട്രെയിനിങ് കോഴ്സ് ഓൺ 1909. 1909 അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. Seeing the people's interest in her philosophy, മോണ്ടിസോറിയുടെ ആ ഒരു ഫിലോസഫിയിലേക്ക് കൂടുതലായിട്ട് പീപ്പിൾസ് ഇൻട്രസ്റ്റഡ് ആവുന്നത് കണ്ടു. ഏതാണ് മോണ്ടിസോറി ഫിലോസഫി? ഓട്ടോ എഡ്യൂക്കേഷൻ, സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ് ആണ്. ആൻഡ് ഹെർ എഡ്യൂക്കേഷൻ gathered momentum. She decided to set aside the rest of her life to spread the word of Montessori method. പിന്നീട് മോണ്ടിസോറി തീരുമാനിച്ചു മോണ്ടിസോറിയുടെ റെസ്റ്റ് ഓഫ് ലൈഫ് എന്തിനു വേണ്ടിയിട്ട് മോണ്ടിസോറി മെത്തേഡ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ത്രൂ എന്തിലൂടെയൊക്കെയാണ്? ലെക്ചേഴ്സ്, ട്രെയിനിങ് കോഴ്സ് ഓൾ ഓവർ ദ വേൾഡ് മോണ്ടിസോറി ഈ ഒരു മെത്തേഡ് സ്പ്രെഡ് ചെയ്തു. നമ്മൾ ഇന്ന് ഈ ഒരു മെത്തേഡിനെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ തന്നെ കാരണം ആരാണ്? മോണ്ടിസോറിയാണ്. അപ്പൊ മോണ്ടിസോറി മെത്തേഡ് അത്രയും വേൾഡ് അറ്റൻഷൻ ക്യാച്ച് ചെയ്ത ഒരു മെത്തേഡാണ് ഏത്? മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന്റെ വളർച്ചയാണ് നമ്മൾ ഇത് നോക്കുന്നത് കേട്ടോ. ആസ് ദ റിസൾട്ട് പ്രൈവറ്റ് സ്കൂൾ സ്റ്റാർട്ടഡ് ബീങ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യൂറോപ്പ് ആൻഡ് USA. USA യൂറോപ്പിലൊക്കെ മോണ്ടിസോറി പ്രൈവറ്റ് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. മെനി കൺട്രി ഫോർമലി അഡോപ്റ്റ് ദ മെത്തേഡ് ഇൻ ദയർ സ്കൂൾ സിസ്റ്റം. മോണ്ടിസോറി മെത്തേഡ് അവരുടെ സ്കൂൾ സിസ്റ്റത്തിലേക്ക് ഒരുപാട് രാജ്യങ്ങൾ അഡോപ്റ്റ് ചെയ്തു. മോണ്ടിസോറി സൊസൈറ്റി കെയിം ഇൻ ടു ബീങ് ത്രൂ ഔട്ട് ദ വേൾഡ്. അങ്ങനെ മോണ്ടിസോറി സൊസൈറ്റി നമ്മള് എന്താണ് പറയുക ത്രൂ ഔട്ട് വേൾഡ് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിന്റെ ഭാഗമായി ഫസ്റ്റ് ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ക്ലാസ് 1913 ഹെൽഡ് ചെയ്തു. ഓൾസോ ബൈ 1930 the interest in her method was at pinnacle that there were
about 100 Montessori school in the USA. USA 100 Montessori സ്കൂളുകൾ അതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. പിന്നീട് Dr. Montessori was invited by the White House and made a speech to full capacity crowd. അപ്പൊ മോണ്ടിസോറിനെ വൈറ്റ് ഹൗസിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. ഫുൾ കപ്പാസിറ്റി അത്രയും ജനങ്ങളുള്ള ഒരു എന്താ പറയാ ഹോളില്, കാർണിഗി ഹോളില് അത്രയും ക്രൗഡിന് മുമ്പിൽ മോണ്ടിസോറി സ്പീച്ച് കണ്ടക്ട് ചെയ്തു. In 1950 she demonstrate in the classroom. But 1960 ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മോണ്ടിസോറി മെത്തേഡ് കുറച്ച് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങി. ഇൻട്രസ്റ്റ് ഇൻ ദ മെത്തേഡ് ഡിക്രീസ് ഓൺ ടു ഡിഫറെന്റ് എഡ്യൂക്കേഷണൽ ഫിലോസഫീസ് ഇൻ ദ USA ആൻഡ് ഇനബിലിറ്റി ടു അക്സെപ്റ്റ് ചേഞ്ചസ്. എല്ലാവർക്കും മാറ്റങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോഴാണ് മോണ്ടിസോറി മെത്തേഡ് ഒരുപാട് റിജക്ഷനും ഒരുപാട് എഡ്യൂക്കേഷൻ ഫിലോസഫേഴ്സും മോണ്ടിസോറി മെത്തേഡിനെതിരെ വന്നത്. In 1980 മോണ്ടിസോറി ലെഫ്റ്റ് ദ USA. പിന്നീട് 1980 കഴിഞ്ഞപ്പോഴേക്കും മോണ്ടിസോറി USA വിടേണ്ടതായിട്ട് വന്നു. Between 1940 and 1935 മോണ്ടിസോറി മെത്തേഡ് പ്രോഗ്രസ് ഇൻ യൂറോപ്പ്. അപ്പോ 1940-35 കാലഘട്ടത്തിൽ മോണ്ടിസോറി മെത്തേഡ് യൂറോപ്പ്, സ്പെയിൻ, ഓസ്ട്രേലിയ, ഹോളണ്ട് പോലുള്ള രാജ്യങ്ങളിൽ കുറച്ചും കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി, ഡെവലപ്ഡ് ആയി, കുറച്ചും കൂടി അക്സെപ്റ്റബിൾ പ്രോഗ്രസ്ഡ് ആയി. ഷീ എൻജോയ് ദ സപ്പോർട്ട് ഫ്രം ഡിഫറെന്റ് ആയിട്ടുള്ള ലീഡേഴ്സ്. അവരിൽ നിന്നൊക്കെ എന്താ പറയാ മോണ്ടിസോറിക്ക് സപ്പോർട്ട് കിട്ടി. മാഗ്രിറ്റ ഓഫ് ഇറ്റലി, സിഗ്മണ്ട്, അന്ന ഫ്രെഡ് ഗാന്ധിജി, പിയാഗറ്റ്, ലേറ്റർ മുസോളി, അങ്ങനെയുള്ള വേൾഡ് ഫേമസ് ലീഡേഴ്സിൽ നിന്നൊക്കെ മോണ്ടിസോറി മെത്തേഡിന് കുറച്ചും കൂടി എന്താ പറയാ അക്സെപ്റ്റൻസും കാര്യങ്ങളൊക്കെ കിട്ടി. ഷീ എസ്റ്റാബ്ലിഷ്ഡ് അസോസിയേഷന് എ ക്യാപിറ്റൽ ആക്കണം കേട്ടോ. നമ്മൾ ടെസ്റ്റില് എ സ്മോൾ ലെറ്റർ ആണ്. ഇനി PDF-ന്റെ മിസ്റ്റേക്ക് ആണെന്ന് അറിഞ്ഞൂടാ. എ ക്യാപിറ്റൽ ആക്കാം. അസോസിയേഷൻ ഓഫ് മോണ്ടിസോറി ഇന്റർനാഷണൽ ഇൻ അത്രയാക്കി എ ക്യാപിറ്റൽ ആക്കി എല്ലാവരും ആക്കി. അസോസിയേഷൻ ഓഫ് മോണ്ടിസോറി ഇന്റർനാഷണൽ ഇൻ സൗത്ത് അമേരിക്ക എന്നുള്ളത് വെട്ടിക്കളഞ്ഞു കേട്ടോ. സൗത്ത് അമേരിക്ക അല്ല, ആംസ്റ്റർഡാം ആണ്. ആംസ്റ്റർഡാം സ്പെല്ലിംഗ് വേണ്ട. ആംസ്റ്റർഡാമിന്റെ ഇവിടെ ഉണ്ട് ആംസ്റ്റർഡാമിന്റെ സ്പെല്ലിംഗ്. ഞാൻ ടൈപ്പ് ചെയ്യാനായിട്ട് മടിയായതുകൊണ്ടാണ്. ആംസ്റ്റർഡാം അവിടെ ഉണ്ട്. അത് സൗത്ത് അമേരിക്കയിലല്ല. അസോസിയേഷൻ ഓഫ് മോണ്ടിസോറി ഇന്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്തത് ആംസ്റ്റർഡാമിലാണ്. ഇൻ 1929 തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. എഴുതി കഴിഞ്ഞിട്ട് പറയണോ കേട്ടോ. എല്ലാവരും എഴുതി. കാരണം ടെസ്റ്റിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉള്ളൂ. ചിലർക്ക് തന്നെ എഡിറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇനിയിപ്പോ നേരത്തെ കഴിഞ്ഞതിലൊന്നും മിസ്റ്റേക്ക് ഇല്ല. അപ്പോ ആംസ്റ്റർഡാമിലാണ് അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്തത് 1929 കേട്ടോ. വേണേ നമുക്കൊന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കാം. കാരണം അത് കറക്റ്റ് ആണോ എന്നറിയണമല്ലോ. കണ്ടോ, ആംസ്റ്റർഡാം ആണ് മോണ്ടിസോറി എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ അതങ്ങനെ ആംസ്റ്റർഡാം എന്നാക്കിക്കോട്ടോ. 1929 നമ്മള് ആ ഒരു ഇത്രയും വരെ നോക്കുന്നുള്ളൂ. ബാക്കിയുള്ള പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം പിന്നീട് മോണ്ടിസോറി മെത്തേഡ് കൂടുതലായിട്ട് റിജക്ഷനും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും ഇന്ത്യയിലേക്ക് മോണ്ടിസോറി വന്നിട്ടുണ്ടായിരുന്നു. മോണ്ടിസോറി മെത്തേഡ് അല്ലെങ്കിൽ മോണ്ടിസോറി ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് വാർദ്ധക്യ സജ്ജമായ അസുഖങ്ങൾ കാരണം മോണ്ടിസോറി 1952 മെയ് 6 82ാമത്തെ വയസ്സിൽ മരണം സംഭവിക്കുകയാണ്. ഇന്ന് ഈ മെത്തേഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മോണ്ടിസോറിയുടെ മകനും പേരക്കുട്ടികളും മരിയോ മോണ്ടിസോറിയാണ് കൂടുതലായിട്ട് മരിയോ മോണ്ടിസോറി റിട്ടേൺ ചെയ്തിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്ത് കൺവേർട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യും. മോണ്ടിസോറി മെത്തേഡ് ഇത്രയും ഫേമസ് ആക്കാനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമായി മാറിയിട്ട് മരിയോ മോണ്ടിസോറി ആണ്. അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ.
ഓക്കെ, ഞാൻ കുറെ പറഞ്ഞല്ലേ. എന്നാ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്നുകൂടി സമ്മപ്പ് ചെയ്ത് പറയാട്ടെ. കാരണം ഒരുപാട് ഇയേഴ്സും ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് കാര്യങ്ങളും അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ മാർക്ക് ചെയ്ത് തരാട്ടെ നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am.